ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു കുനാഫ ചോക്ലേറ്റ് റെഡിയാക്കി. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നുമല്ല. കുറേ നാളായിട്ട് വിചാരിക്കുന്നത് എന്തായാലും ഇത് ഉണ്ടാക്കണം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിച്ച് അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുനാഫ ഡോയിലിരിപ്പുണ്ട്. അപ്പോൾ ഇത് അതൊരു 100 ഗ്രാം അത്രേ വേണ്ടു. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പെർഫെക്റ്റ് റെസിപ്പി അല്ല. നിങ്ങൾക്ക് ഭയങ്കര കഴിക്കാൻ പൂതി വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കണം നോക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചപ്പോൾ അങ്ങനെ എന്താ പറയുക, വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു സാധാ ചോക്ലേറ്റ് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തേ. ഇപ്പോൾ വേറെ ആരോ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ അത്ര പൈസ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിൽക്കിൻ്റെ ഇതേപോലെ വേറെ 2 ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി ആ കുനാഫ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലോട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റാകുമ്പോൾ കുനാഫ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആകുന്ന വരെ. അപ്പോൾ ഇത് കുറച്ച് വേണ്ട കേട്ടോ കുനാഫയെല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതെല്ലാം വീട്ടിലുണ്ട്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ പിസ്താഷ്യോ ബട്ടറൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതൊന്ന് വെറുതെ വാങ്ങിയിട്ട് പൈസ കളയണ്ട, നമ്മൾ പിന്നെ അതൊന്നും യൂസ് ചെയ്യില്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് ഞാൻ പിസ്ത തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സിയിൽ എന്താ പറയുക, കുറേ അടിച്ചടിച്ച് അതിൻ്റെ ഒരു ബട്ടർ ആ ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. ആ ഒരു ഓയിൽ കണ്ടൻ്റ് എല്ലാം പുറത്ത് വന്നിട്ട് ഇതേപോലെ കുറേ അടിച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു പിസ്താഷ്യോ ബട്ടർ റെഡിയാക്കാം. അപ്പോൾ എന്നിട്ട് അത് നമ്മുടെ കുനാഫയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വീട്ടിലുള്ളതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു കുനാഫ ചോക്ലേറ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിൽ കുറച്ചൊന്ന് ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഞാനൊരു പാനിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കി അതിലാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിലാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്തിലും ആക്കാം. ഏതെങ്കിലും ഡിസ്പോസബിൾ ബോക്സോ ഏതെങ്കിലും കേക്കിൻ്റെ ചെറിയ ട്രേയോ അങ്ങനെ എന്ത് വേണമെങ്കിലും, സിലിക്കോണിൻ്റെ മോൾഡെല്ലാം ഉണ്ടെങ്കിൽ അതിലെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഈ ബോക്സ് കണ്ടപ്പോൾ ഇതിൽ തന്നെ ആക്കിക്കളയാം. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ് മോൾഡൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലോട്ട് ഞാനൊരു ബട്ടർ പേപ്പറെല്ലാം വിരിച്ച് അതിൽ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, മിൽക്കി ബാർ എടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കി വെറുതെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിന് ചെയ്താൽ മതി. അതിലേക്ക് നമ്മുടെ ഈ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് എല്ലാം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ അതെല്ലാം ഒന്ന് ലെവലാക്കി എല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടുതൽ ഒഴിച്ച് അധികം കട്ടിയാവാനോ അധികം തിന്നാവാനോ പാടില്ല. അങ്ങനെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് സെറ്റാകട്ടെ. അപ്പോൾ സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ കുനാഫ പിസ്താഷ്യോ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം അതും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇട്ടമർത്തി അതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ബാക്കി വന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും നമുക്കൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഞാൻ പിറ്റേന്ന് എടുത്തിട്ടുള്ള തലേന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. ഇത് കണ്ടപ്പോൾ മറിച്ചിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം മാറ്റി. ഞാനിത് എന്താ പറയുക, പുറത്ത് വെച്ചിട്ട് വേറെ എന്തോ ഒരു പണിത്തിരക്കിലായിപ്പോയി. അപ്പോൾ അത് എന്താ പറയുക, കട്ട് ചെയ്യുമ്പോഴേക്ക് കുറച്ചൊന്ന് മെൽട്ടായിട്ടുണ്ട് അതിനു. ഇപ്പോൾ കണ്ടോ, നമ്മൾ അടിപൊളി കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡി. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി അത് അപ്പം തന്നെ എന്താ പറയുക കാലിയാവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഭയങ്കര കൊതിയായിട്ടിരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുക. അല്ലാണ്ട് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.